അത് ഈ റൂമൊക്കെ എടുക്കുന്ന ചുമ്മാ സംസാരിച്ചിരിക്കാനല്ല എന്നൊക്കെ എനിക്കറിയാം. പിന്നെ നമുക്കായിട്ടുള്ള എക്സ്പീരിയൻസ് എപ്പോഴും വളരെ സന്തോഷം നൽകുന്ന എക്സ്പീരിയൻസ് ആണ്. കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉണ്ട്, അദ്ദേഹത്തിനോടൊപ്പം കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അദ്ദേഹം എങ്ങനെയാണ് ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നും. 360 ഡിഗ്രിയാണ് അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് നിന്ന് ഡയലോഗ് പറയുമ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടാവില്ലേ ആളുകൾക്ക്. ഇപ്പൊ മാത്യുവിനോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, പേടി ഉണ്ടാവില്ലേ, കാരണം അദ്ദേഹമല്ലേ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല, വളരെ കംഫർട്ടബിൾ ആണെന്നുള്ളത് അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ മനസ്സിലാവും. അത് വളരെ ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് തന്നെയാണ്. അത് ദേവിയായിട്ട് ചെയ്യുക എന്നുള്ള അതൊരു ഭാഗ്യമാണ്. ഒരുപാട് സ്റ്റോറീസ് ഇതിനിടയിൽ കൂടെ നമ്മൾ ടെലിവിഷൻ സീരിയലിൽ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ ക്യാരക്ടേഴ്സിനൊന്നും നമുക്ക് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒന്നുമില്ല. നമുക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടർ വേണം, അങ്ങനെ ഒന്നും വന്നില്ല. എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒന്നും വന്നില്ല. അതുകൊണ്ടാണ് TV സീരിയൽസ് ഒന്നും ചെയ്യാതിരുന്നത്. നിങ്ങൾ ഷൂട്ടിംഗ് കാണാൻ വന്നാൽ നിങ്ങൾ പിന്നെ കാണൂല സിനിമ എന്നുള്ളത്. അത്ര ബോറിംഗ് ആണ് ആക്ച്വലി ഷൂട്ടിംഗ് എന്ന് പറയുന്നത്. നമ്മൾ മമ്മൂക്കയെയും ലാലേട്ടനെയും ഒക്കെ നമ്മൾ പറയും പില്ലേഴ്സ് ഓഫ് മലയാളം ഇൻഡസ്ട്രി എന്നൊക്കെ പറയും. ഈസി ആയിട്ട് അവർ നേടിയെടുത്തൊന്നും അല്ല. അവരുടെ ജേർണി അത്രയും ടഫാണ്. ഞങ്ങളുടെ സ്കൂളിലെ ആനുവൽ ഡേക്ക് ഗസ്റ്റായിട്ട് വന്നതാണ് ചാക്കോച്ചൻ. ചാക്കോച്ചന് കിട്ടുന്ന ഒരു സ്നേഹവും ആളുകൾ ചാക്കോച്ചനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിക്കി വരുന്നത്, ഈവൻ ടീച്ചേഴ്സ് വരെ ക്ലാസ്സിലൊക്കെ നമ്മളെ വിറപ്പിക്കുന്ന ടീച്ചേഴ്സ് ഒരു ഓട്ടോഗ്രാഫിന് വേണ്ടി പോയി നിൽക്കുന്നതൊക്കെ കണ്ടപ്പോഴാണ് എനിക്കും ആവണം സിനിമാ നടി എന്ന് തീരുമാനിച്ചത്. സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റ്സോ ട്രോൾസോ താങ്കൾ എപ്പോഴെങ്കിലും ബാധിച്ചിട്ടുണ്ടോ? അതൊന്നും ഞാൻ കാണാറില്ല. പ്രസ് മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ അവരുടെ വെയിറ്റിനെ പറ്റിയിട്ടാണ് തമിഴിൽ ഇതുപോലുള്ള ബോഡി ഷേമിങ് കാര്യങ്ങളൊക്കെ ചേച്ചി എങ്ങനെ മൊത്തത്തിൽ പുറത്തുനിന്ന് നോക്കി കാണുമ്പോൾ? മാനുഷികമായിട്ടുള്ള ഒരു കാര്യമാണ്, ബേസിക് ആയിട്ടുള്ള മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. അതിനെ കാണുമ്പോഴത്തേക്ക് അയ്യോ എന്തൊരു വണ്ണ, എന്റെ മോളൊക്കെ അപ്പം റിയാക്ട് ചെയ്യും. ഇതിനോട് ശീലിച്ച് വന്ന് അവര് മാറി വരാൻ കുറച്ച് സമയം എടുക്കും. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ടോക്ക് ഓഫ് ദി ടൗൺ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു മൾട്ടി ടാലന്റഡ് ആർട്ടിസ്റ്റ് ആണ്, ഒരു ആങ്കർ ആണ്, ഒരു TV ഹോസ്റ്റ് ആണ്, അതുപോലെ തന്നെ ഒരു വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. വി ഹാവ് വിത്ത് us ഗായത്രി അരുൺ. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. സോ എന്താണ് വിശേഷം? ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കളങ്കാവലാണ് ഏറ്റവും പുതിയ നല്ല വിശേഷം. ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയ ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്രയും നായകന്മാരുണ്ടെങ്കിൽ കൂടി ചേച്ചിയുടെ ക്യാരക്ടറിന് ഒരു പ്രത്യേക അപ്രിസിയേഷൻസ് കിട്ടുന്നുണ്ട്. അതൊക്കെ കാണുന്നുണ്ടോ? കമന്റ്സും പോസ്റ്റും ഒക്കെ എല്ലാം വായിക്കുന്നുണ്ട്. എന്താ പറയാ, ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യാണ്, ഫുൾ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. അതായത് ഒരു സക്സസ്ഫുൾ മൂവിയുടെ പാർട്ട് ആവാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷമാണ്. അതിനൊപ്പം നമ്മുടെ ക്യാരക്ടറിനെ പ്രത്യേകം എടുത്ത ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുക, ഇത്രയധികം ആർട്ടിസ്റ്റുകളുള്ളൊരു സിനിമയിൽ നമ്മുടെ ക്യാരക്ടറിനെ പ്രത്യേകിച്ച് പോയിന്റ് ഔട്ട് ചെയ്യുക, ഈവൻ അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസ് വരെ ഓരോ ന്യൂആൻസസ് എടുത്ത് പറയുക, നമ്മൾ പോലും കാണാത്ത ഇന്റർപ്രിട്ടേഷൻസ് കൊടുക്കുക, ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക, ഡിബേറ്റ് നടക്കുക, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഇൻബോക്സും ഒക്കെ ഭയങ്കര ഫുള്ളാണ്, വളരെ ഹാപ്പിയാണ്. ഓക്കെ, മമ്മൂക്കേന്റെ കൂടെ രണ്ടാമത്തെ മൂവിയാണ്, അതും കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഉള്ള പടമാണ്. ഫസ്റ്റ് ഇപ്പൊ വണ്ണിലാണെന്നുണ്ടെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ആയിരുന്നു. അത് കുറച്ച് ലൈക്ക് സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിൽ കൂടി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ആയിരുന്നു. മമ്മൂക്കയായിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയും. മമ്മൂക്കയായിട്ടുള്ള എക്സ്പീരിയൻസ് എപ്പോഴും വളരെ സന്തോഷം നൽകുന്ന എക്സ്പീരിയൻസ് ആണ്. വണ്ണില് ഇതുപോലെ തന്നെ ഒരു സീനേ ഉണ്ടായിരുന്നുള്ളൂ കോമ്പിനേഷൻ, അതും വിത്തൗട്ട് ഡയലോഗ് ആയിരുന്നു. എനിക്ക് ഡയലോഗ്സ് ഉണ്ടായിരുന്നില്ല അതിനകത്ത്. പക്ഷെ ഇതിൽ അങ്ങനെയല്ല, കണ്ടിട്ടുള്ളവർക്ക് അറിയാം, കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉണ്ട്, അദ്ദേഹത്തിനോടൊപ്പം കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അപ്പം ഈവൻ നമുക്ക് ഷോട്ട് ഇല്ലാത്ത സമയത്തും അദ്ദേഹത്തിനോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനും അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഈ ഒരു മൂവിയിൽ. പിന്നെ ഈവൻ അഭിനയിക്കുന്ന സമയത്ത് തന്നെയാണെങ്കിലും കുറേ കാര്യങ്ങൾ നമുക്ക് ടേക്ക് അവേ ഉണ്ടായിരുന്നു. കുറച്ച് അദ്ദേഹത്തിന്റെ ചില സജഷൻസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ്. മമ്മൂക്കയുമായിട്ട് വർക്ക് ചെയ്ത ആൾക്കാർ, എസ്പെഷ്യലി ആസിഫ് അലിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, മമ്മൂക്കയുടെ കാര്യം മാത്രമല്ല കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റിനെ കൂടി കൺസിഡർ ചെയ്യും, അവർക്ക് വേണ്ട ടിപ്സ് പറഞ്ഞു കൊടുക്കും എന്നൊക്കെ. അങ്ങനെ മമ്മൂക്ക എന്തെങ്കിലും ഗൈഡ് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടോ? പിന്നെ അതെനിക്ക് വൺ മുതലേ ഉണ്ട്. ഈവൻ നമ്മുടെ അദ്ദേഹം എങ്ങനെയാണ് ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നും. അതായത് എല്ലാ കാര്യങ്ങളും നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആർട്ടിസ്റ്റിന്റെ മാത്രമല്ല, ഒരു ലൈറ്റിന്റെ കാര്യങ്ങളും ഭയങ്കര 360 ഡിഗ്രിയാണ് അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരാൾ എക്സ്ട്രാ നമ്മുടെ സെറ്റിൽ ഇല്ലാത്ത ഒരാൾ വന്നാൽ പോലും അദ്ദേഹം അത് നോട്ടീസ് ചെയ്യുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ സിറ്റുവേഷൻ, ഇപ്പം ക്ലൈമാക്സിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ അതിനകത്തുള്ള ചില ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോറിയിലുള്ള ഒരു ചെറിയൊരു ട്രിക്കി സാധനമുണ്ട്.
അത് നമ്മുടെ അടുത്ത് അതിന് മുമ്പേ തന്നെ ഡയറക്ടർ വന്ന് പറയുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഷോട്ടിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു നമ്മൾ വി ആർ പ്ലാനിങ് സംതിങ് ലൈക്ക് ദിസ്, അപ്പം അതിന് ബി പ്രിപ്പയർഡ്, അപ്പം ആ ഒരു സാധനം വേണം ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും കൂടെ അങ്ങനത്തെ സജഷൻ ഒക്കെ ഉണ്ടായിരുന്നു. സൂപ്പർ. അപ്പോൾ ഈ കളംകാവലിലെ ക്യാരക്ടറിനെ പറ്റി സംസാരിക്കുമ്പോൾ ഇതിന് നമുക്ക് ഒരു ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയൊരു ട്രിക്കി സാധനമാണ്. നമുക്കിത് പ്ലേ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് വൈറ്റ് ആണോ ബ്ലാക്ക് ആണോ എന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല, ഒരു ഗ്രേ ആണോ, നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. സോ ഞാൻ സ്പോയിലർ ആവും, അതുകൊണ്ട് ഓപ്പൺ ആയിട്ട് പറയുന്നില്ല. ബട്ട് സ്റ്റിൽ ഇതുപോലൊരു ക്യാരക്ടർ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും ചേച്ചിക്ക് ഓക്കെ ആയിരുന്നു, ഓക്കെ ഞാനത് ചെയ്യാം, അല്ല ഒരു കൺഫ്യൂഷൻസ് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ഈ എസ്പെഷ്യലി നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് ഒരുപാട് പോസിറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ മമ്മൂട്ടി കമ്പനിയുടെ മൂവി, മമ്മൂക്കയുടെ കൂടെയുള്ള വളരെ കോമ്പിനേഷൻ സീൻ, പിന്നെ ഇത്രയും അധികം ഹീറോയിൻസിൽ പ്രോമിനൻസ് കൂടുതലുള്ള കഥാപാത്രമാണെന്ന് ആദ്യമേ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോ പറയാനായിട്ട് ഒന്നും ഇല്ലല്ലോ അതിനകത്ത്. അതെ, ആദ്യമേ തന്നെ. പിന്നെ ചില കാര്യങ്ങളൊക്കെ ഇംപ്രവൈസ് ചെയ്തതാണ്. അപ്പം ഡയറക്ടറും റൈറ്ററും ഒക്കെ അപ്പം പ്ലാൻ ചെയ്ത് ചില സാധനങ്ങളും ഉണ്ട് അവിടെ. അപ്പൊ അങ്ങനെയാണ് അതിന് കൂടുതൽ ലെയേഴ്സ് വന്നത് ആ ക്യാരക്ടറിന്. വൺസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഷൂട്ടിന്റെ സമയത്താണ് കുറച്ചുകൂടെ ലെയേഴ്സ് ആഡ് ഓൺ ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പിന്നെ ഗ്രാജുവലി ഡെവലപ്പ് ആവുകയായിരുന്നു. ഓക്കെ, ഇതിന്റെ കൂടെ ഒരു ആഡഡ് സന്തോഷമാണ് നമ്മുടെ അമ്മയും മൂകാംബികയും കൂടി റിലീസ് ആവുകയാണ് ഒരേ സമയത്ത് മിനി സ്ക്രീനിലും അതുപോലെ ബിഗ് സ്ക്രീനിലും വരെയാണ് അടുപ്പിച്ചടുപ്പിച്ച് അല്ലേ? അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാം, അമ്മയും മൂകാംബികയും എങ്ങനെയാണ് അതിലോട്ട് വരുന്നത്? അത് വളരെ ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് തന്നെയാണ് അത്. എന്താ പറയാ, ഇതുപോലെ തന്നെ ഞാൻ മിനി സ്ക്രീനിൽ ഒരുപാട് സ്റ്റോറീസ് ഇതിനിടയിൽ കൂടെ നമ്മൾ ടെലിവിഷൻ സീരിയലിൽ കേട്ടിട്ടുണ്ട്. ഈ പരസ്പരം തീർന്നിട്ട് ഇപ്പൊ ഏകദേശം 7-8 വർഷം ആവുന്നു. ഇതിനിടയിൽ തുടങ്ങിയിട്ടുള്ള മേജർ പ്രോജക്ട്സിൽ നിന്നെല്ലാം എനിക്ക് കോൾസും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ക്യാരക്ടേഴ്സിനൊന്നും നമുക്ക് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒന്നുമില്ല. കാരണം ദീപ്തി എന്നുള്ള കഥാപാത്രം ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ അതിനുശേഷം ചെയ്യുമ്പം തീർച്ചയായിട്ടും നമുക്ക് അതിനോട് ഒരു കുറച്ചുകൂടെ അതിനോട് അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ അത്രയെങ്കിലും നമുക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടർ വേണം. അങ്ങനെ ഒന്നും വന്നില്ല, എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒന്നും വന്നില്ല. അതുകൊണ്ടാണ് TV സീരിയൽസ് ഒന്നും ചെയ്യാതിരുന്നത്. അപ്പം എല്ലാം ഒരുമിച്ചാണ് വന്നത്. കളങ്കാവലിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 1 year ആയി. അതിനുശേഷം പിന്നെ ഞാൻ പ്രോജക്റ്റ് ആസച്ച് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മയും മൂകാംബികയിലേക്ക് ഓഫർ വരുന്നത്. അപ്പം ദേവിയായിട്ട് ചെയ്യുക എന്നുള്ള എന്താ, അതൊരു ഭാഗ്യമാണ്. പ്രത്യേകിച്ചും ഇടയ്ക്ക് ഞാനൊന്ന് ആഡ് യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ ഇൻ ദാറ്റ് അറ്റയർ. ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ, ഭയങ്കര ഒരു എന്താ പറയാ, ഒരു ഓറ ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു ലുക്കിൽ. അല്ല, അപ്പം അത് തന്നെയാണ് ദേവിയായിട്ട് ചെയ്യാൻ പറ്റുക പറയുന്നത്. ഞാനൊരു ദേവി ഭക്തയാണ്, മൂകാംബിക ഭക്തയാണ്. ഒരു എല്ലാ കലാകാരന്മാർക്കും ഒരു തവണയെങ്കിലും അവിടെ ഒന്ന് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിനകത്ത് ജാതിയോ മതമോ ഒന്നും, അപ്പാർട്ട് ഫ്രം ഓൾ ദാറ്റ്, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് അവിടെ ഒന്ന് പോകണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ദേവിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമാണ്. അതിനകത്ത് ടെലിവിഷൻ ആണോ ബിഗ് സ്ക്രീൻ ആണോ അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെയാണ് ആ പ്രോജക്ട് ചെയ്യുന്നത്. റിയൽ ലൈഫിൽ താങ്കൾ എങ്ങനെയാണ്? ശരിക്കും ദൈവവിശ്വാസിയാണ്? തീർച്ചയായിട്ടും അതെ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വന്നപ്പോഴത്തേക്ക് ഒരു പ്രത്യേക സന്തോഷം ഉണ്ടായിരുന്നു. അതെ, അതൊരു നിമിത്തം. ഇപ്പൊ ഇതിനകത്ത് പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്ന പലരും ഞങ്ങൾ പറഞ്ഞു അത് എല്ലാവർക്കും കൂടി ഇരുന്നിട്ട് ഒരു ഡിസ്കഷൻ പോലെ നമുക്ക് ചാനലിൽ ചെയ്യാം. കാരണം എല്ലാവർക്കും ഓരോരോ നിമിത്തങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഒന്നെങ്കിൽ ആരെങ്കിലും അവിടെ പോകാൻ പ്ലാൻ ചെയ്തപ്പോഴാണ് കോള് വരുന്നത്, അല്ലെങ്കിൽ പോയി വന്ന ഉടനെയാണ് വരുന്നത്, അല്ലെങ്കിൽ എനിക്കാണെങ്കിലും മൂകാംബിക ദേവിയുടെ അവിടുത്തെ ഒരു 12 ചിത്രങ്ങൾ, അതിന് ലാലേട്ടനാണ് അത് നേത്രോൽമീനം ചെയ്യുന്നത്. ആ പ്രോജക്റ്റിൽ ഞാനും നമ്മുടെ ഒരു ട്രസ്റ്റാണ് അത് ചെയ്യുന്നത്, ഋതംഭര എന്ന് പറഞ്ഞത്. അപ്പൊ അതിൻ്റെയൊക്കെ ഭാഗമായി നിൽക്കുമ്പോഴാണ് എനിക്കും ഈ വിളി വരുന്നത്. അത് ആദ്യം പൊതുവെ ടെലിവിഷനിൽ സീരിയൽ ഇപ്പോൾ ഉടനെ ചെയ്യുന്നില്ല എന്നൊരു തീരുമാനം കൊണ്ട് തന്നെ ആദ്യം ഞാൻ പറഞ്ഞത് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നാണ്. പക്ഷെ വീണ്ടും അത് എനിക്ക് തന്നെ ആ ഓഫർ വരികയും അങ്ങനെ, അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊരു ഡെസ്റ്റിനിയാണ് അത് ചെയ്യാന്നുള്ളത്. അങ്ങനെയാണത്. സൂപ്പർ. ഈ സിനിമയിലേക്ക് വരാൻ, അതായത് പ്രത്യേകിച്ചും സീരിയൽ രംഗത്ത് നിന്ന് സിനിമയിലേക്ക് വരാൻ എനിക്ക് തോന്നുന്നു വളരെ അപൂർവം പേർക്ക് ആ ഒരു രീതിയിൽ പറ്റിയിട്ടുള്ളൂ. ഇപ്പൊ ആശ ശരത്തൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും സീരിയലിൽ നിന്നാണ് സിനിമയിലോട്ട് വരുന്നത്. എവിടെയെങ്കിലും മൈൻഡിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു? അതായത് ഞാനിപ്പോൾ സീരിയലിൽ നിൽക്കുമ്പോൾ എനിക്ക് ഫിലിംസിൽ ഓപ്പർച്യൂണിറ്റീസ് കുറയും, കാരണം അങ്ങനെ ഒരു ടബു ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ മനസ്സിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു എപ്പോഴെങ്കിലും? അങ്ങനെ എനിക്ക് ആദ്യം, ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സത്യത്തിൽ സീരിയൽ വളരെ പോപ്പുലറായി ഹിറ്റായി നിന്ന സമയത്ത് എനിക്ക് നായികാവേഷങ്ങൾ വന്നിട്ടുണ്ട് സിനിമയിൽ നിന്നും. അതും തമിഴിൽ നിന്നും മലയാളത്തിൽ നിന്നും ഈവൻ മമ്മൂക്കയുടെ കൂടെ വരെ എനിക്ക് ഓഫർ വന്നിട്ടുണ്ട് ആ സമയത്ത്. പക്ഷെ അന്ന് സീരിയലിൽ 20 ദിവസത്തോളം നമ്മൾ കമ്മിറ്റഡ് ആയിരുന്നു. അപ്പോൾ ആ പ്രോജക്റ്റ് വളരെ സക്സസ്ഫുൾ ആണ്. ഒരാളെ എൻ്റെ ക്യാരക്ടറിനെ റീപ്ലേസ് ചെയ്യാന്നൊന്നും പറയുന്നത് പോസിബിൾ ആയിരുന്നില്ല. അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല. കാരണം നമ്മൾ അതിനകത്ത് വളരെ ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്ന സമയമാണ്. ഞാൻ ആഗ്രഹിച്ചൊരു ഫെയിമും
ആളുകളുടെ സ്നേഹവും ഒക്കെ കിട്ടിയിരുന്നു. അപ്പൊ അത് നിർത്തിയിട്ട് എനിക്ക് സിനിമ ഓപ്റ്റ് ചെയ്യാൻ അന്ന് തോന്നിയില്ല. പറ്റിയില്ല എന്നല്ല, ഞാൻ അങ്ങനെ വേണ്ടാന്ന് തന്നെ വെച്ചിരുന്നു. അപ്പം പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് സിനിമയിൽ നിന്ന് ഇപ്പോഴും എനിക്ക് ഓഫേഴ്സ് വരുന്നുണ്ട്. ഞാൻ എൻ്റെ PR വർക്കൊക്കെ വളരെ വീക്കാണ്. അപ്പോൾ ഞാൻ നമ്മൾ അങ്ങനെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഇല്ലാതെ തന്നെ ഇപ്പോഴും വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു രണ്ടിനെയും രണ്ട് മീഡിയമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. ചിലർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഇപ്പം എത്രയോ പ്രമുഖരായിട്ടുള്ള ഇപ്പം മമ്മൂക്ക തന്നെ ടെലിവിഷനിൽ വളരെ ഇൻവോൾവ് ആയിട്ടുള്ള ആളാണ്. പിന്നെ സിദ്ദിഖിക്ക, ലെന ചേച്ചി, സുരാജേട്ടൻ, അങ്ങനെ മിനി സ്ക്രീനിൽ അനൂപേട്ടൻ, അങ്ങനെ എത്രയോ ആർട്ടിസ്റ്റുകൾ രണ്ടിലും ഈക്വലി അല്ലെങ്കിൽ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരുണ്ട്. സിനിമയിൽ വലിയ നല്ല ഇതിൽ നിൽക്കുമ്പോൾ തന്നെ സീരിയൽ ചെയ്ത് അല്ലെങ്കിൽ ടെലിവിഷനിൽ ചെയ്യുന്നവരുണ്ട്. അതിനെ രണ്ടും രണ്ട് മീഡിയമായിട്ട് തന്നെ. ഇപ്പം പണ്ടത്തെ കാലത്ത് നാടകത്തിൽ നിന്നാണ് കൂടുതൽ ആളുകൾ സിനിമയിൽ വന്നിട്ടുള്ളത്. സിനിമയിലുള്ളപ്പോൾ തന്നെ നാടകം ഒരേപോലെ കൊണ്ടുപോയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അതിന് എല്ലാത്തിനും ഡിഫറെന്റ് മീഡിയമായിട്ട് കണ്ടാൽ പ്രശ്നമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. വ്ളോഗിംഗ് പരിപാടിയൊക്കെ എങ്ങനെ പോകുന്നു? വ്ളോഗിങ് ഇപ്പൊ നടക്കുന്നില്ല, കുറച്ച് നാളായിട്ട് ഇല്ലല്ലേ? ബിസിയാണ് ഷൂട്ടിംഗ് ഷെഡ്യൂളൊക്കെ. എനിക്കിപ്പോ ഈ നെയിലിറ്റിൽ ഒക്കെ തുടങ്ങിയതിന് ശേഷം കുറച്ച് എനിക്ക് അങ്ങനെ വ്ളോഗിങ്ങിനെ പറ്റിയിട്ട് ചിന്തിക്കാനുള്ള ഒരു സമയം കിട്ടുന്നില്ല. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെയുള്ള ഒരു ഫെയിം, ഈ എസ്പെഷ്യലി ഇപ്പൊ വ്ളോഗിംഗ് ആയിക്കോട്ടെ, സീരിയൽ ആയിക്കോട്ടെ, അത് താങ്കൾ ആസ് ആൻ ആക്ടർ എത്രത്തോളം അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ആസ് ആൻ ആക്ടർ ഒരുപാട്. കാരണം നമുക്ക് പെട്ടെന്ന് ഫോളോവേഴ്സിലെ ആളുകളിലേക്ക് എത്താനും നമ്മുടെ ഫോളോവേഴ്സ് കൂടാനും ഒക്കെ ഒരു ആക്ടർ എന്നുള്ളൊരു ഫെയിം വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻജോയ് ചെയ്യുന്നൊരു കാര്യം, ഞാൻ എൻ്റെ സീരിയൽ ഇതിനെപ്പറ്റി അറിയാത്ത ഇപ്പോഴത്തെ ജനറേഷൻ ഉണ്ടല്ലോ, അതായത് ഇപ്പൊ സീരിയൽ തീർന്നിട്ട് 7 വർഷമായി എന്ന് പറഞ്ഞു. അപ്പം ഒരു 8 വയസ്സ് 10 വയസ്സൊക്കെ ഉള്ളവർക്ക് എന്നെ ഒരു ആക്ട്രസ് എന്നുള്ള രീതിയിൽ അറിയുന്നുണ്ടാവില്ല. അവര് വന്നിന്റെ അടുത്ത് വ്ളോഗർ അല്ലേ, കല്ലൂരിന്റെ അമ്മയല്ലേ, അപ്പൊ അതൊക്കെ കേൾക്കുന്ന ഒരു വേറൊരു എക്സ്പീരിയൻസാ. കുറച്ചുകൂടെ പ്രായമുള്ള ആൾക്കാർ നമ്മളെ ദീപ്തിന്നും അല്ലെങ്കിൽ വൺ മൂവിയിലെ കാര്യമൊക്കെ വന്ന് സെൽഫി എടുക്കുമ്പോൾ കൊച്ചു പിള്ളേർ വരുന്നത് വ്ളോഗിങ് ഇഷ്ടാണ്, വീഡിയോസ് കാണാറുണ്ട് എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. അതൊരു വേറൊരു എക്സ്പീരിയൻസ്. വലിയൊരു പെറ്റ് ലവർ ആണ് അല്ലേ? ഞാൻ കണ്ടു ഗ്രൂമിങ്ങിന് നമ്മുടെ ബീഗിളാണോ? പെറ്റ് ലവർ ആണോ വെച്ചാൽ എനിക്ക് അത്ര പെറ്റ്സിനോട് വലിയ മൃഗങ്ങളുമായി വലിയ അടുപ്പമില്ലാത്ത ഒരാൾ. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോൾക്ക് അങ്ങനെ ഇപ്പൊ ഇപ്പൊ പശു ആണെങ്കിലും ആടാണെങ്കിലും എല്ലാത്തിനോടും ഭയങ്കര, പൂച്ച, വട്ടി, എല്ലാത്തിനും ഇഷ്ടമാണ് അവൾക്ക്. ഫിഷ്, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവൾക്ക് വേണ്ടിട്ട് വീട്ടിലൊരു ചെറിയ മിനി ഒരു എന്താ പറയാ മ്യൂസിയം പോലെ അല്ലെങ്കിൽ ബീഗിള് പോപ്പി എന്നാണ് അവളുടെ പേര്. പോപ്പി ഉണ്ട്, പിന്നെ കുറെ ഫിഷ്, അവക്ക് മീനുകളുണ്ട്, പിന്നെ പശുവുണ്ട്. പശു അച്ഛനും അമ്മയും. അടിപൊളി. ഓക്കെ, ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. നമുക്ക് ഒരു സെഗ്മെന്റിലോട്ട് പോവാം. ഇതൊരു റാപ്പിഡ് ഫയർ സെഗ്മെന്റ് ആണ്. ഓക്കെ, ജസ്റ്റ് ഞാനൊരു 10 to 12 ക്വസ്റ്റ്യൻസിന് ഞാൻ ചോദിക്കും, ചേച്ചിക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ ഞാൻ റാപ്പിഡ്ലി പെട്ടെന്ന് ഉത്തരം പറയാം. ഓക്കെ, സോ മിനി സ്ക്രീൻ ഓർ ബിഗ് സ്ക്രീൻ? ബോത്ത് ഈക്വൽ ആണ്, 50-50. ഓക്കെ, മേക്കപ്പ് ടൈം ലോങ് ഓർ ഷോർട്ട്? എനിക്ക് ഇഷ്ടം ഷോർട്ട് ആണ്, പക്ഷെ ചിലപ്പോൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ അത് ലോങ് ആയി. എനിക്ക് കൂടുതൽ സമയം വേണം, കാരണം ആ അപ്പിയറൻസിലേക്ക് വരാൻ. മേക്കപ്പിനല്ല, മൊത്തത്തിലുള്ള അപ്പിയറൻസിന് ഓൾമോസ്റ്റ് 1.5-2 hours എടുക്കും. അല്ലാതെ ഐ പ്രിഫർ ഷോർട്ട് ടൈം. ഫെയിം ഓർ പീസ് ഓഫ് മൈൻഡ്? പീസ് ഓഫ് മൈൻഡ് ഫസ്റ്റ്. ഫെയിം ഓൾസോ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഫെയിം നമ്മൾ ആഗ്രഹിച്ചതാണ്. ഒരിക്കലും അത് ഇല്ല എന്ന് പറഞ്ഞാൽ അത് കള്ളത്തരാവും, കാരണം അത്രയും മാനിഫെസ്റ്റ് ചെയ്ത് വന്നതാണ്. അപ്പൊ അതുകൊണ്ട് അതെ ബോത്ത് എന്ന് പറയാം. ഈ ഫെയിം എപ്പോഴെങ്കിലും നമ്മുടെ പീസ് ഓഫ് മൈൻഡിനെ കുറയ്ക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതാ അത് രണ്ടും കോൺട്രാസ്റ്റ് അല്ല, അതുകൊണ്ട് എനിക്ക് ആൻസർ പറയാൻ. ഫെയിം ഉള്ളപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സമാധാനം കിട്ടും, ഹാപ്പിനെസ് ആണല്ലോ ബേസിക്കലി. അപ്പം ബോത്ത്. Okay, cool. So, most similar character of your real life? I mean, സിനിമയിലോ സീരിയലോ ചെയ്ത കഥാപാത്രത്തിൽ ഏറ്റവും കൂടുതൽ താങ്കളുടെ റിയൽ ലൈഫുമായിട്ട് ബന്ധമുള്ള ഒരു ക്യാരക്ടർ ഏതായിരിക്കും? എനിക്കൊന്ന് വണ്ണിലെ സീന എന്നുള്ള ക്യാരക്ടർ കുറച്ചുകൂടെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു. കാരണം അതുപോലെ പെട്ടെന്ന് റിയാക്ട് ചെയ്യും, അച്ഛന്റെ കാര്യങ്ങൾക്കൊക്കെ ഇൻവോൾവ് ആവും, അച്ഛൻ എന്തെങ്കിലും പറ്റിപ്പോ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നതൊക്കെ അത് എന്റെ പേഴ്സണൽ ക്യാരക്ടറുമായിട്ട് കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് സീന. ഏറ്റവും കൂടുതൽ റീടേക്ക് എടുത്ത ഒരു സീൻ ഏതായിരിക്കും? സീരിയലിലാവാം, സിനിമയിലാവാം. അയ്യോ എന്നെ കൊണ്ട് ഇത് പറ്റുന്നില്ലല്ലോ എന്ന് നമുക്ക് അത്രയും ഡിസപ്പോയിന്റ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? താങ്ക്ഫുള്ളി ഇന്ന് വരെ അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു
സീൻ എടുത്തപ്പം ഭയങ്കര ഹെക്ടിക്കായിട്ടും ഭയങ്കര ടയറിങ് ആയിട്ടൊക്കെ തോന്നിയത് ഈ IPS ട്രെയിനിങ് സമയത്തുള്ള അതെല്ലാം നമ്മൾ ആ സമയത്ത് ആ ട്രെയിനിങ് സെഷൻസ് കംപ്ലീറ്റ് നമ്മൾ വിത്തൗട്ട് ഡ്യൂപ്പൊക്കെ ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് പരസ്പരത്തില് ആ സമയത്ത് IPS ട്രെയിനിങ് അത് കുറച്ച് ടയറിങ് ആയിരുന്നു, ഭയങ്കര എക്സൈറ്റഡ് ആവുന്ന ഇതായിരുന്നു. പക്ഷെ അങ്ങനെ ഒരുപാട് റീടേക്സ് എടുത്തിട്ട് അങ്ങനെ വന്നിട്ടില്ല. ഇപ്പൊ റീസെന്റ് പറയുകയാണെങ്കിൽ കളങ്കാവലില് മമ്മൂക്കയുമായിട്ടുള്ള ഒരു ഓപ്പോസിറ്റ് വരുന്ന ഒരു ഡയലോഗിൽ ഒരു വേർഡ് സ്ട്രെസ് ചെയ്യാനായിട്ട് ഡയറക്ടർ പറഞ്ഞു, ജിതിൻ പറഞ്ഞു. ആ ഒരു വേർഡിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ള എനിക്ക് അന്ന് മനസ്സിലായില്ല. ഇപ്പൊ സിനിമ കാണുമ്പോൾ അത് ഈവൻ മൾട്ടിപ്പിൾ വാച്ചിൽ നമുക്ക് അതിന്റെ പ്രോമിനൻസ് മനസ്സിലാവും. കാണുന്ന അതെ, അത് ആ ഫസ്റ്റ് മീറ്റിംഗിൽ പറയുന്ന ഒരു വേർഡ് ഉണ്ട്, അതിന് കുറച്ച് പ്രോമിനൻസ് കൊടുത്ത് പറയാൻ പറഞ്ഞു. അപ്പം അതിൽ ഞാൻ അത് സ്ട്രെസ് ചെയ്ത് പറയുന്നതും പുള്ളിക്ക് അത് സാറ്റിസ്ഫൈഡ് അല്ല. അങ്ങനെ ഒരു 3 ടേക്ക് പോയി. അത് അവസാനം മമ്മൂക്കയാണ് അതിങ്ങനെ പറയൂ എന്ന് പറഞ്ഞു തന്നിട്ട് അത് അങ്ങനെ എടുത്തത്. സിങ് സൗണ്ട് ആയിരുന്നു അതോ? സിങ് സൗണ്ട് ആയിരുന്നു. ഓക്കെ ഫൈൻ. ഷൂട്ടിങ്ങിനിടയിൽ കട്ട് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എന്തിനായിരിക്കും? ഷൂട്ടിങ്ങിന്റെ ഇൻ ബിറ്റ്വീൻ ബ്രേക്ക് കിട്ടുമ്പോൾ ഫോൺ വീട്ടിലൊക്കെ വിളിച്ച് മോളേക്ക് വിളിച്ചിട്ട് വെറുതെ ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കിയിരിക്കും. ഓക്കെ ഫൈൻ. ഫേവറേറ്റ് കോസ്റ്റാർ ഇത്രയും നാള് വർക്ക് ചെയ്തതിൽ ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ആണെന്ന് തോന്നിയ ഒരു കോസ്റ്റാർ? ഞാൻ ഇപ്പം കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പം സിനിമ പറയുകയാണെങ്കിൽ മമ്മൂക്കയുടെ കൂടെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നതും മമ്മൂക്കയുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും മമ്മൂക്കയുടെ കൂടെ ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളതാണ്, റെപ്പിറ്റേഷൻ ആവും എങ്കിലും എല്ലാവരും ഞാൻ സത്യത്തിൽ 1 ചെയ്യുന്ന സമയത്ത് ഞാൻ ആലോചിച്ചിരുന്നു അദ്ദേഹത്തിന് ഓപ്പോസിറ്റ് നിന്ന് ഡയലോഗ് പറയുമ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടാവില്ലേ ആളുകൾക്ക്. അപ്പൊ മാത്യുവിനോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, മാത്യു തോമസ് ഒക്കെ ഞാൻ പറഞ്ഞത് പേടി ഉണ്ടാവില്ലേ, കാരണം അതേയല്ലേ മുമ്പിൽ നിൽക്കുന്നേ. അപ്പൊ ഡയലോഗ് പറയുന്നവരെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഞാൻ പാവങ്ങൾ കേട്ടോ എങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ ഞാൻ ആലോചിക്കും. പക്ഷെ അത് അങ്ങനെയല്ല, വളരെ കംഫർട്ടബിൾ ആണെന്നുള്ളത് അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ മനസ്സിലാവും. അത് വളരെ ഈസിയാണ്, അദ്ദേഹത്തിന്റെ കൂടെ നമ്മളെ വളരെ കംഫർട്ടബിൾ ആക്കും, അങ്ങനെയാണ്. അപ്പം എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെയുള്ള വർക്ക് വിചാരിച്ചിരുന്നു ഭയങ്കര ടഫായിരിക്കും, പക്ഷെ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. എല്ലാവരും എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ള അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഈ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുന്നേ ആക്ച്വലി മമ്മൂക്കേനെ പറ്റി പരക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, പുള്ളിക്കാരോട് വർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെ പെട്ടെന്ന് ദേഷ്യം വരും, നമുക്ക് പ്രശ്നമാണെന്നൊക്കെ. പക്ഷെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ മമ്മൂക്ക പുറത്ത് വന്ന് ഇപ്പൊ കുറെ ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാവരോടും വളരെ ലാളിത്യത്തോടെ ഒരു സ്നേഹത്തോടെ സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. ശരിക്കും ചേച്ചിക്ക് അങ്ങനെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു, അത് എപ്പോഴാണ് മാറിയത്? അദ്ദേഹത്തിനൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോ തന്നെയാണ്. പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു അദ്ദേഹം കുറച്ചുകൂടെ വളരെ സോഷ്യലൈസ് ചെയ്യാനൊക്കെ തുടങ്ങി. ഇന്റർവ്യൂസിലാണെങ്കിലും എല്ലാരും വളരെ കംഫർട്ടബിൾ ആക്കുക, തമാശകൾ പറയാ. നമുക്ക് സെറ്റിൽ തന്നെയും ഇപ്പം AD വന്നിട്ട് സർ ഈ കണ്ടിന്യൂറ്റി ഇങ്ങനെയായിരുന്നു കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോ പെട്ടെന്ന് ഞാൻ എന്താടാ പുതിയ ആളാണോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മളും പെട്ടെന്ന് ഞെട്ടിപ്പോ. പക്ഷെ അത് അപ്പോഴേ ആ സമയത്തേക്ക് മാത്രമേ ഉള്ളൂ. അത് പക്ഷെ അവരും ചിരിക്കുന്നുണ്ടാവും. അപ്പൊ മേ ബി അത് അദ്ദേഹത്തിന്റെ ഒരു രീതിയാണ്, ഒരു സ്റ്റൈലാണ്. പക്ഷെ അതല്ല ആർക്കും ഒരു വിഷമമോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും തോന്നില്ല. അത് അങ്ങനത്തെ ഒരു സ്റ്റൈലിലാണ് അദ്ദേഹം എല്ലാരെയും ഡീൽ ചെയ്യുന്നത്. അപ്പൊ അത് വെറുതെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ഇമേജ് ആണ്. പക്ഷെ ഇപ്പൊ വളരെ കൂടെ നിൽക്കുന്നവരോട് എനിക്ക് തോന്നുന്ന വളരെ സ്നേഹമാണ് അദ്ദേഹത്തിനോട്. സാർ എന്ന് പറയുമ്പോൾ അതായത് കൂടെ നിൽക്കുന്ന ആൾക്കാർ ഇപ്പം അദ്ദേഹത്തെ പറ്റി സംസാരിക്കുന്ന കേൾക്കുമ്പോൾ നമുക്കറിയാം എത്രത്തോളം അദ്ദേഹം ആളുകളെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടെന്നുള്ള. കൂടെ നിൽക്കുന്നവരെ എപ്പോഴും എനിക്ക് തോന്നുന്നു അദ്ദേഹം അത്രയധികം കെയർ ചെയ്താണ് കൊണ്ടുപോകുന്നത്. സൂപ്പർ. ഒരു അനദർ പ്രൊഫഷൻ ഇപ്പൊ മീഡിയയിൽ ഇല്ലായിരുന്നു അല്ലെങ്കിൽ ആക്ടിംഗിൽ ഇല്ലായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏത് പ്രൊഫഷനിലായിരിക്കാം? ഞാൻ വേറൊരു പ്രൊഫഷനിൽ നിന്ന് വന്നതാണ്. ഞാൻ മീഡിയ ഫീൽഡ് തന്നെയായിരുന്നു. മീഡിയയിൽ കുറേ വർഷം വർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ അഭിനയത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ വന്നില്ലായിരുന്നെങ്കിൽ മേ ബി അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. ഓക്കെ. ഒരു പെർഫെക്റ്റ് ആക്ട്രസിന് വേണ്ട ഒരു ക്വാളിറ്റി ഇതായിരിക്കണം ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു ക്വാളിറ്റി എന്തായിരിക്കും? ഒരു ക്വാളിറ്റി പറയാൻ പറ്റില്ല, ഒരുപാട് ക്വാളിറ്റീസ്. ഐ മീൻ ഫസ്റ്റ് ഓഫ് ഓൾ ടാലന്റ്, ദെൻ ഒബ്സർവേഷൻ, പേഷ്യൻസ് ഭയങ്കര സംഭവമാണല്ലേ. ക്ഷമ എപ്പോഴെങ്കിലും പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അതായത് ഷൂട്ടിങ്ങില് ലൊക്കേഷനിലും അങ്ങനെ തീർച്ചയായിട്ടും ഉണ്ട്. അത് നമ്മൾ വളരെ ഞാൻ എപ്പോഴും ആലോചിക്കും. ഇപ്പം നമ്മൾ മമ്മൂക്കയെയും ലാലേട്ടനെയും ഒക്കെ നമ്മൾ പറയും പില്ലേഴ്സ് ഓഫ് മലയാളം ഇൻഡസ്ട്രി എന്നൊക്കെ പറയും. അവർ ഇത്രയും വർഷം 40 വർഷത്തോളം അവരിപ്പോഴും ആ ഒരു പൊസിഷനിൽ നിൽക്കുന്നു, ആളുകളൊക്കെ ലുക്ക് അപ് ടു ചെയ്യുന്നു. അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം, അത് ഈസി ആയിട്ട് അവർ നേടിയെടുത്തൊന്നും അല്ല. അവരുടെ ജേർണി അത്രയും ടഫാണ്. അത് അവരുടെ പേഷ്യൻസും അവരുടെ ഉള്ളിലെ ആ ഫയർ തന്നെയാണ്. അത് പിന്നെ ഡെഡിക്കേഷൻ. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ചുകൂടെ അവരിൽ നിന്നൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളുണ്ട് ഒരുപാട്. ആ പങ്ക്ച്വാലിറ്റി, ഡെഡിക്കേഷൻ,
അതിനോടുള്ളൊരു പാഷൻ, ആ ഫയർ എപ്പോഴും നിൽക്കുന്നോ അപ്പം നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ അതിപ്പോഴും അവർ ആ ഫയർ കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് വേണം ആസ് ആൻ ആക്ടർ. പേഷ്യൻസ് തീർച്ചയായിട്ടും വേണം. ഒരു പക്ഷേ മമ്മൂക്കയുടെ ഒരു കഴിഞ്ഞൊരു 5-6 വർഷത്തെ റോൾ എടുക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരും തൊടാൻ ഇച്ചിരി പേടിക്കുന്ന തരത്തിലുള്ള റോൾസ് ആണ് പുള്ളി എടുത്ത് ചെയ്തേക്കുന്നത്. അതായത് ഇപ്പോ ക്യാരക്ടർ റോൾസിലോട്ട് പോവാണ്, ഒരു ഹീറോയിക് ഒരു ഹീറോയിസം എന്നുള്ളൊരു സാധനമൊക്കെ വിട്ടിട്ട് അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് വില്ലൻ റോൾസ് ചെയ്യുന്നുണ്ട്, നെഗറ്റീവ് റോൾസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇപ്പൊ കാതല റോള്, ഭ്രമയുഗത്തിലെ റോളൊക്കെ നമുക്ക് മമ്മൂക്കാനെ ഈ രീതിയിൽ നമ്മൾ വേറെ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല. ഈ ഒരു ചേഞ്ച് ഉണ്ടല്ലോ ചേച്ചി, എനിക്ക് ഓഫ് കോഴ്സ് ഷുവറാണ് ചേച്ചി ഒരു അൾട്ടിമേറ്റ് മമ്മൂക്ക ഫാൻ തന്നെയാണ്. ഈ ഒരു ചേഞ്ച് എങ്ങനെയാ കാണുന്നത്? നമുക്ക് കൊതിയാവും ആസ് ആൻ ആക്ടർ. എങ്ങനെ ഇത്രയും ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുന്നു എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞു. 5000-ഓളം സ്ക്രിപ്റ്റ് കേട്ടിട്ടാണ് അദ്ദേഹം 400-ഓളം മൂവീസ് ചെയ്തത്. അപ്പം സത്യം പറഞ്ഞാൽ കൊതിയാണ് അങ്ങനെ സ്ക്രിപ്റ്റുകൾ കേൾക്കാനും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാനും ഒക്കെ. ആക്ടർ എന്ന നിലയിൽ നമുക്ക് അതിൻ്റെയൊക്കെ ഒരു ചെറിയ പെർസെൻറ്റേജ് നമുക്ക് ഈ ലൈഫിൽ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളതാണ്, അതാണ് തോന്നുന്നത്. ഓക്കെ, ഡയലോഗ് പെട്ടെന്ന് മറന്നു പോവാണ് ടേക്ക് എടുക്കുമ്പോൾ, അത് ഇംപ്രവൈസ് ചെയ്യോ അതോ സ്റ്റോപ്പ് ചെയ്തിട്ട് ചോദിക്കോ? അത് ഡിപ്പെൻസ് കേട്ടോ. എന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടായിട്ടില്ല ഇതുവരെ, താങ്ക്ഫുള്ളി. പക്ഷെ അങ്ങനെ അത് ഡിപ്പെൻസ്. കാരണം ചില ഡയറക്ടേഴ്സ് ഇപ്പൊ എന്നാലും എൻ്റെ അളിയല് കംപ്ലീറ്റ് ഇംപ്രവൈസേഷൻ ആയിരുന്നു. നമ്മൾ ഒന്നും സ്ക്രിപ്റ്റ് ഫോളോ ചെയ്തിട്ടില്ല, സ്ക്രിപ്റ്റേ ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അപ്പോ ഓൺ ദ സ്പോട്ട് സുരാജ് ഏട്ടനും ഞാനും ലെന ചേച്ചിയും പിന്നെ സിദ്ദിഖിക്കയും കൂടി ഇരുന്ന് ഇംപ്രവൈസ് ചെയ്ത സീൻസ് ആണ് കൂടുതലും. സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും നമ്മൾ കൂടുതലും അവിടെ അങ്ങനെയായിരുന്നു, ഓൺ ദ സ്പോട്ട് ആയിരുന്നു. ഞാൻ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് പറയും, കുറച്ച് വിശദീകരണങ്ങളാണ്. ഇത് കേൾക്കുമ്പോഴത്തേനും ചേച്ചിക്ക് ഇൻഡസ്ട്രിയിലെ ചേച്ചി കൂടെ വർക്ക് ചെയ്ത് മേ ബി സീരിയലാവാം സിനിമയിലാവാം ആരെയാ ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഈ വ്യക്തിയെ ഓർക്കുമ്പോൾ നാച്ചുറൽ പെർഫോമർ എന്ന വാക്കാണ് എനിക്ക് മനസ്സിൽ വരുന്നത്. എന്താ റീസൺ? റീസൺ പറയണ്ടല്ലോ, ആവശ്യമില്ല. നാച്ചുറൽ ആക്ടിങ്. മമ്മൂക്കന്റെ കൂടെ ഇപ്പൊ അഭിനയിച്ചു, ലാലിന്റെ കൂടെ അഭിനയിക്കാൻ ആഗ്രഹമില്ലേ? ഓ തീർച്ചയായിട്ടും. ഓക്കെ, നടക്കട്ടെ. എപ്പോഴും സ്ക്രീനിൽ കാണാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന താരം, എപ്പോഴും എത്ര കണ്ടാലും എനിക്ക് ബോറടിക്കില്ല. ബോത്ത് മമ്മൂക്ക ആൻഡ് ലാലേട്ടൻ, രണ്ടുപേരും. ഓക്കെ, ക്യാമറയ്ക്ക് മുൻപും പിന്നിലും ഏറ്റവും ഡിസിപ്ലിൻഡ് ആയ വ്യക്തി എന്ന് തോന്നിയ ആക്ടർ ആരാണ്? ഏറ്റവും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള മമ്മൂക്ക. എനിക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകളിലൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, അപ്പൊ അതുകൊണ്ട് മേ ബി റിപ്പീറ്റഡ് ആവും എന്റെ ആൻസേഴ്സ്. ഇതിലും എനിക്ക് തോന്നുന്ന മമ്മൂക്ക തന്നെയാണ്. ടൈം പഞ്ച്വാലിറ്റി എല്ലാം അതുപോലെ തന്നെയാണ് ലാലേട്ടനും. ഒരു ടൈം പറഞ്ഞാൽ ആ ടൈമിന് മുമ്പേ അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ടാവും. അതിപ്പോ ഞങ്ങൾ ഒരു ഇവന്റ് ചെയ്തപ്പോഴാണെങ്കിലും നമ്മളൊരു ട്രസ്റ്റിന്റെ ഭാഗമാണ് ഞങ്ങൾ രണ്ടുപേരും. അവിടെ ലാലേട്ടൻ വരുന്ന ഒരു സമയം പറഞ്ഞാൽ അദ്ദേഹം അതിന് 10 മിനിറ്റ് മുമ്പേ അദ്ദേഹം വിളിച്ചോണ്ടിരിക്കും, ഞാൻ എത്തട്ടെ വരട്ടെ എന്ന് ചോദിച്ചിട്ട്. അത്ര പങ്ക്ച്വൽ ആണ് അദ്ദേഹം. അതെല്ലാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും ഒക്കെ. അത് ലാലേട്ടനെ എനിക്ക് തോന്നിയിട്ടുണ്ട് വളരെ പങ്ക്ച്വൽ ആണെന്നുള്ളത്. ഒരു കഥാപാത്രം പെർഫെക്റ്റ് ആയി ജീവിക്കാൻ നടി ഓർ നടൻ, മീൻസ് ഈ കഥാപാത്രം പെർഫെക്റ്റ് ആയി അതിനകത്ത് ജീവിച്ചു എന്ന് തോന്നിയ ഒരു നടി അല്ലെങ്കിൽ നടൻ? എനിക്ക് ഉർവശി ചേച്ചിയുടെ പല ഈവൻ എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നതാട്ടോ. നടിമാര് പറയുകയാണെങ്കിൽ ഐ മീൻ എല്ലാരും ടോട്ടാലിറ്റി എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഉർവശി ചേച്ചിയുടെ പല കഥാപാത്രങ്ങളും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഈവൻ ലാസ്റ്റ് ഉള്ളൊഴുക്ക് ഉൾപ്പെടെ. പിന്നെ കഴിഞ്ഞ ദിവസം തമിഴിലൊരു കമലഹാസനുമായിട്ടുള്ളൊരു ആ റീല് ഭയങ്കര വൈറലാ. എനിക്ക് തോന്നുന്നു മൈക്കിൾ ആ സിനിമയാണെന്ന് തോന്നുന്നു. ഞാൻ അല്ലേ കാമരാജൻ, അതിനകത്തൊരു സീൻ ഞാൻ കണ്ടു. നമ്മൾ ഒരിക്കലും സത്യം പറഞ്ഞ കമലഹാസനെ പെർഫോമൻസ് ആണപ്പ അത്. പിന്നെ പഴയ തലേണ മന്ത്രം, അങ്ങനത്തെ കുറേ സിനിമകളുണ്ടല്ലോ. ഇവൻ ഞാൻ പറയുന്ന യോധയില് വരെ അതിനകത്ത് സത്യത്തിൽ നായിക പോലും അല്ല, എന്നിട്ട് പോലും ചേച്ചി ഒരു സീനിൽ വന്നാൽ മതി, അതിനകത്തൊരു മാർക്ക് ചെയ്തിട്ടേ പോവുള്ളൂ. അപ്പൊ എനിക്ക് വർക്ക് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരു ആക്ട്രസ് ആണ്. ഇന്ത്യൻ സിനിമയിൽ എനിക്ക് പേഴ്സണലി ഇൻസ്പയർ ആയ വ്യക്തി ഇദ്ദേഹമാണ്. ഒരുപാട് പേരുണ്ട്, അങ്ങനെ ഒരാളായിട്ട് പറയാൻ പറ്റില്ല. എനിക്ക് നമ്മൾ ആക്ട്രസ് ആവണം, ഒരു നടി ആവണം എന്ന് തോന്നി തുടങ്ങിയ ആ നേരത്തെ ഒരു മൊമെന്റ് പറഞ്ഞില്ല, ഈവൻ ചാക്കോച്ചൻ വരെ ഞങ്ങളുടെ സ്കൂളിൽ ഞാൻ ഒരുപാട് ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളുടെ സ്കൂളിലെ ആനുവൽ ഡേക്ക് ഗസ്റ്റ് ആയിട്ട് വന്നതാണ് ചാക്കോച്ചന് കിട്ടുന്ന ഒരു സ്നേഹവും ആളുകൾ ചാക്കോച്ചനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിക്കി വരുന്നത്, ഈവൻ ടീച്ചേഴ്സ് വരെ ക്ലാസ്സിലൊക്കെ നമ്മളെ വിറപ്പിക്കുന്ന ടീച്ചേഴ്സ് ഒരു ഓട്ടോഗ്രാഫിന് വേണ്ടി പോയി നിൽക്കുന്നതൊക്കെ കണ്ടപ്പോഴാണ്
ആ മൊമെന്റിലാണ് ഞാൻ അയ്യോ എനിക്കും ആവണം സിനിമാ നടി എന്ന് തീരുമാനിച്ചത്. ഓക്കെ. അപ്പം അങ്ങനെ നമ്മളെ ഇൻസ്പയർ ചെയ്ത, ഈവൻ ആക്ടിങ്ങിലൂടെ ഇൻസ്പയർ ചെയ്ത ഒരുപാട് പേരുണ്ട്. ഒരാളായിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ, ആ സെഗ്മെന്റ് കഴിഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഏതൊരു പ്രൊഫഷനോ ആയിക്കോട്ടെ നമുക്കതൊരു ഈസി ആയിരിക്കില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഒരു പാഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വപ്നം ഫോളോ ചെയ്ത് പോകുമ്പോൾ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവും, അപ്സ് ഉണ്ടാവും, ഡൗൺസ് ഉണ്ടാവും, സെൽഫ് ഡൗട്ട്സ് ഉണ്ടാവും ഫസ്റ്റ് ഓഫ് ഓൾ. സോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ത്രൂ ഔട്ട് ഒരു ആക്ടിങ് ജേർണിയിൽ? എങ്ങനെയാണ് താങ്കൾ അത് ഹാൻഡിൽ ചെയ്തത്, അത് ഓവർകം ചെയ്തത്? തീർച്ചയായിട്ടും ഉണ്ട്. ഒന്നും ഒരു സക്സസും എളുപ്പം കിട്ടുന്നതല്ല നമുക്ക്. എനിക്ക് ഇതിലേക്കുള്ള എൻട്രി വളരെ എളുപ്പമായിരുന്നു. പക്ഷേ ഞാനിപ്പം 2013 സ്റ്റാർട്ട് ചെയ്ത, ഞാൻ ഓൾമോസ്റ്റ് ഇപ്പം എത്ര വർഷമായി, 13 years ആവുന്നു. അപ്പോൾ ഇത്രയും വർഷത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആളുകൾ എന്നെ ഓർത്തിരിക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് തീർച്ചയായിട്ടും നമ്മുടെ ഹാർഡ് വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഒരിക്കലും ഒരു ഈ പ്രോസസ്സ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ എളുപ്പമുള്ളതല്ല. എപ്പോഴും ഞാൻ പറയും, നിങ്ങൾ ഷൂട്ടിംഗ് കാണാൻ വന്നാൽ നിങ്ങൾ പിന്നെ കാണൂല സിനിമ എന്നുള്ളത്. അത്ര ബോറിംഗ് ആണ് ആക്ച്വലി ഷൂട്ടിംഗ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ അത്ര ഒരുപാട് സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ അതാ പറഞ്ഞത്, പേഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത്. ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റ്സോ ട്രോൾസോ താങ്കൾ എപ്പോഴെങ്കിലും ബാധിച്ചിട്ടുണ്ടോ? അതായത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല, എനിക്ക് അങ്ങനെ താങ്ക്ഫുള്ളി അങ്ങനെ ഭയങ്കര ബുള്ളിങ് വന്നിട്ടില്ല. വന്നതിനൊക്കെ ഞാൻ അതുപോലെ പ്രോപ്പർലി റിയാക്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പം റിയാക്ട് ചെയ്യുന്ന സമയത്തൊക്കെ പ്രോപ്പർലി റിയാക്ട് ചെയ്തതുകൊണ്ടാവാം എനിക്ക് അങ്ങനെ വലിയ ഇഷ്യൂസ് വന്നിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ നിന്ന് വളരെ റെസ്പെക്ട്ഫുള്ളി ആണ് എല്ലാവരും ഇതുവരെ എന്നോടത്ത് വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ബിഹേവ് ചെയ്തിട്ടുള്ളത്. ഞാൻ കാണുന്ന കേട്ടോ, കാണാത്തത് ഉണ്ടാവാം, അതൊന്നും ഞാൻ കാണാറില്ല. അതാണ് നല്ലത്, കാണാണ്ടിരിക്കുന്നിടത്തോളം നമുക്കൊരു സമാധാനമാണ്. ഓക്കെ, ഫൈൻ. ഇപ്പോ നമ്മൾ നേരത്തെ സംസാരിച്ചു, ഈ നടന്മാർ അല്ലെങ്കിൽ നടിമാർ എന്ന് പറയുന്നത് എവിടെയൊക്കെയോ നമ്മുടെ പ്രേക്ഷകർ അല്ലെങ്കിൽ കോമൺ ഓഡിയൻസിന്റെ സ്വന്തമാണ്. അതിന്റെ വേറൊരു വശം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കാര്യത്തിലും അവർക്ക് കമന്റ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി ഉണ്ട്. ഇപ്പോ ലേറ്റസ്റ്റ് എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൗരി കിഷൻ ചേച്ചി അറിഞ്ഞിട്ടുണ്ടോന്ന് അറിയത്തില്ല, ഒരു പ്രസ് മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ അവരുടെ വെയിറ്റിനെ പറ്റിയിട്ടാണ് തമിഴില് ഒരു ക്വസ്റ്റ്യൻ വന്നത്. സോ ഇതുപോലുള്ള എന്താ പറയാ കമന്റ്സ്, എന്താ മുടി അങ്ങനെ ഇരിക്കുന്നത്, എന്താ മുഖം അങ്ങനെ ഇരിക്കുന്നത്, എന്താ തടിച്ചത്, എന്താ ബിൽഡിങ്, ഇതുപോലുള്ള കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബോഡി ഷേമിങ് നമ്മളൊക്കെ എത്രയൊക്കെ മാറ്റി നിർത്താൻ ശ്രമിച്ചാലും ഇപ്പോഴും കമന്റ്സിലൂടെയോ ഒക്കെ, ഇത് കമന്റ്സിൽ പോലും അല്ല, വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു ജേർണലിസ്റ്റിന്റെ വായന വരുന്നത്. സോ ഇതുപോലുള്ള ബോഡി ഷേമിങ് കാര്യങ്ങളൊക്കെ ചേച്ചി എങ്ങനെ മൊത്തത്തിൽ പുറത്തുനിന്ന് നോക്കി കാണുമ്പോൾ വാട്ട് യു ഫീൽ, ഹൗ ഡു യു റിയാക്ട്? ഇത് മാനുഷികമായിട്ടുള്ള ഒരു കാര്യമാണ്, ബേസിക് ആയിട്ടുള്ള മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. അതിനെ കാണുമ്പോഴത്തേക്ക് അയ്യോ എന്തൊരു വണ്ണ എന്ന് പറയുന്നത്. അത് ഇപ്പൊ എന്റെ മോളൊക്കെ അപ്പം റിയാക്ട് ചെയ്യും. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷൻ അത് കുറച്ചുകൂടെ അതിനകത്ത് അവെയർ ആണ്. ഈവൻ നമ്മുടെ ജനറേഷൻ, ഇപ്പൊ ഞങ്ങളുടെ ജനറേഷൻ വരെ അത് കേട്ടാൽ അത് എന്തോ സൊസൈറ്റിയിൽ അത് അങ്ങനെയാണ്. അതങ്ങനെയാണ്. നമ്മളൊക്കെ അതിനെ വളരെ നോർമലൈസ് ചെയ്ത് വന്ന ആൾക്കാരാണ്. അത് ഇപ്പോഴാണ് അത് തെറ്റാണെന്നും അതിന് അങ്ങനെ പറയാൻ പാടില്ല എന്നും ഒക്കെയുള്ള അവെയർനെസ് ഈവൻ അപ്പൊ ആ ഒരു ജനറേഷൻ ഉണ്ടല്ലോ, ഇതിനോട് ശീലിച്ച് വന്ന് അവര് മാറി വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ ഇതുപോലെ പ്രോപ്പർ ആയിട്ട് റിയാക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അത് ഈസിലി മാറുന്ന ഒരു കാര്യമല്ല. ഇത് നമ്മുടെ ഒരു ശീലമാണ്. ആ ശീലം മാറി വരണം. അതെനിക്ക് തോന്നുന്നു ഒരു ജനറേഷൻ, ഒരു നെക്സ്റ്റ് ജനറേഷൻ ഒക്കെ ആവുമ്പം കുറേയൊക്കെ മാറും. അത് ഈവൻ മുതിർന്നവരെ ആണെങ്കിൽ പോലും നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അത് അവർ പറയുമ്പോൾ അത് പറയാൻ പാടില്ല എന്ന് പറയുന്നതിലാണ് കാര്യം. ഇപ്പൊ ഗൗരിയുടെ റിയാക്ഷൻ വാസ് ക്ലിയർ, അത് കറക്റ്റ് റിയാക്ഷൻ ആയിരുന്നു. അപ്പം അങ്ങനെയാണ് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അതിന് കുറച്ച് സമയം എടുക്കും. അതിന് ഇതുപോലുള്ള പ്രോപ്പറായിട്ടുള്ള റിയാക്ഷൻസും പ്രോപ്പറായിട്ട് നമ്മൾ അതിനെ പ്രതികരിക്കുക തന്നെ വേണം. ഇപ്പൊ താങ്കൾ ഇപ്പൊ ഇന്ന് ഇതിനെ പറ്റി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഒരു 15-20 വർഷം മുന്നേ നമുക്ക് ഇങ്ങനൊരു ഐഡിയ ഇല്ല. നമ്മളും ഒരു പക്ഷേ കണ്ടീഷൻഡ് ആയിരിക്കാം. സോ അന്ന് നമുക്ക് പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ പറ്റി അറിയില്ല, മേ ബി അതിനെ പറ്റി സംസാരിച്ചിട്ടില്ല. സിനിമകളിൽ പോലും തമാശ രൂപേണ നമ്മൾ അന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ അന്ന് നമ്മൾ രസിച്ചിട്ടുണ്ട്. ഇന്നാണ് നമ്മൾ അങ്ങനെ പറയുന്നതിൽ തെറ്റില്ലേ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ നമ്മൾ കുറച്ചുകൂടി ഇപ്പൊ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയും, നമുക്ക് ഈവൻ കോമഡി സ്കിറ്റുകൾ ഉണ്ടാക്കുന്നവരൊക്കെ പറയും വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതിങ്ങനെ എന്താ പറയാ, നമ്മൾ ചിന്തിക്കണം അതങ്ങനെ ആരെങ്കിലും ഹേർട്ട് ചെയ്യുന്നുണ്ടോ. നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒരുപാട് പേരെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ പറയില്ലേ കണ്ണുപൊട്ടെന്നൊക്കെ, നമ്മൾ വെറുതെ നമ്മുടെ കോമൺ യൂസേജ് ആയിരുന്നു, നമ്മുടെ സ്ലാങ്ങിലുള്ളതായിരുന്നു അത്. അപ്പൊ അത് ശരിക്കും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ എത്രത്തോളം ഹേർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അത് ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ അതിന്റെ അവയർനെസ് ഇപ്പോഴാണ് വരുന്നത്. അപ്പൊ
അത് ഗ്രാജുവലി അത് മാറുന്നുണ്ട്, അത് മാറണം. ഇതുപോലെ തെറ്റുകൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കോൺവെർസേഷൻസ് വരുമ്പോൾ അത് തിരുത്താനായിട്ട് ശ്രമിക്കുക തന്നെ വേണം. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട് ചേച്ചിക്ക് തരാനായിട്ട്. ഇറ്റ്സ് എ ഹാമ്പർ ഫ്രം ഹാമ്പർ ക്വീൻ. ഹാമ്പർ ക്വീൻ സ്പോൺസർ ചെയ്യുന്ന ഒരു ഹാമ്പർ ആണ്. താങ്ക് സോ യു. നമ്മൾ ആക്ച്വലി മൈൽസ്റ്റോൺ മേക്കേഴ്സ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തവർ കുറച്ച് നാളായിട്ട് നമ്മളോട് വർക്ക് ചെയ്യുന്ന ഇതൊരു കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് ആണ്. ഓക്കെ, ചേച്ചിക്ക് ഞാൻ തരികയാണ്. ഓൾ ദ വെരി താങ്ക് ബെസ്റ്റ്. യു സോ മച്ച്. ഓപ്പൺ ചെയ്ത് നോക്കണോ? നോക്കണോ? നോക്കിയേക്കാം. ഹാമ്പർ ക്വീൻ. ഹാമ്പർ ക്വീൻ. യാ. ഇത് ആക്ച്വലി റൂം ഫ്രഷ്നേഴ്സ് അങ്ങനെ വെരി അതിന്റെ ഒരു വെരി നൈസ്. ഇവിടെ വെക്കാം നെയിലിറ്റിൽ തന്നെ. താങ്ക് യു സോ മച്ച് അലൻ. It was a wonderful conversation. Thank you so much, and I hope you enjoyed the session. Yeah.